ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് എൻ്റെ 75 ഡേയ്സിൽ 10th ഡേ ആണ്. ഞാൻ 7th ഡേ പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്ത് ഫ്രഷൊക്കെ ആയതിനു ശേഷം ഞാൻ കുറച്ച് ഐസ് ഇങ്ങനെ ഫേസിൽ വെച്ച് കൊടുക്കുകയാണ്. ഞാൻ കുറച്ച് ചിയാ സീഡും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത്. ഇതൊരു 10 മിനിറ്റ്സ് അപ്ലൈ ചെയ്തതിന് ശേഷം ഞാൻ മോർണിംഗ് ഡ്രിങ്ക് എടുക്കാൻ പോവാണ്. ഞാൻ ലൈറ്റായിട്ട് വെള്ളമൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. എന്നിട്ട് 1 സ്പൂൺ ഓഫ് ഗീ ആണ് അതിൽ ആഡ് ചെയ്യുന്നത്. അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് കുടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ജേർണൽ എഴുതാനായിട്ട് പോയി. അതൊന്ന് ജസ്റ്റ് എഴുതിയതിന് ശേഷം ഞാൻ മോർണിംഗ് വാക്കിനായിട്ട് ഇറങ്ങി. ആക്ച്വലി ഞാൻ കുറച്ച് ലേറ്റായിട്ട് എഴുന്നേറ്റ്, അപ്പോൾ നേരമൊക്കെ നന്നായിട്ട് അത്യാവശ്യം വെളുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പോകുന്ന വഴിക്ക് ബോഗൻവില്ല നിൽക്കുന്നതായിട്ട് ഞാനത് ജസ്റ്റ് ഒന്ന് പറിച്ചിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം കുറച്ച് നടന്നപ്പോഴത്തേക്കും നീം മരം കണ്ടു. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് കുറച്ച് ലീഫ് എടുത്തിട്ടുണ്ടായിരുന്നു എനിക്കൊന്ന് സ്റ്റീം ചെയ്യാനായിട്ട് ഫേസ്. അങ്ങനെ വോക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അടുത്ത് ഞാൻ ബാക്കി എക്സസൈസ് ചെയ്യാനായിട്ട് ടെറസിലോട്ട് പോവുകയാണേ. അങ്ങനെ പതിപോലെ സ്ട്രെച്ചിങ്ങും ബാക്കി ജമ്പിങ് എക്സസൈസും അങ്ങനത്തെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് ശേഷം ഗ്രൗണ്ട് ചെയ്യണം. ഞാൻ എന്നും ഇത് രണ്ടും ചെയ്യാറുണ്ട്. ചിലപ്പോൾ വീടിനകത്തായിരിക്കും ഗ്രൗണ്ട് ചെയ്യാറ്, ചിലപ്പോൾ ടെറസിൽ തന്നെ ചെയ്യും. അപ്പോൾ ഞാൻ ഇന്ന് ടെറസിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഈ സമയത്ത് ആകാശമൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ ഞാനൊരു വീഡിയോ കൂടി എടുത്തിട്ടുണ്ട്. നല്ല ക്ലൗഡൊക്കെ നല്ല പഞ്ഞിക്കെട്ടായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു നേരിട്ട് കാണാനൊക്കെ ആയിട്ട്. പിന്നെ ഞാൻ വയറിനായിട്ടുള്ള ബാക്കി എക്സസൈസ് കൂടെ ചെയ്തു. അപ്പോൾ സൈക്ലിങ്ങും അങ്ങനത്തെ കുറച്ച് 4-5 എക്സസൈസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വയറിന് നല്ല പിടുത്തമായതുകൊണ്ട് ഞാനൊരു ഡെയിലി ഒരു 4-5 എണ്ണമൊക്കെ ചെയ്യാറുള്ളൂ. ഓവറായിട്ടൊന്നും ചെയ്യാറില്ല. 45 മിനിറ്റ്സ് ചെയ്യും. അങ്ങനെ അതും കംപ്ലീറ്റ് ആവാറിന് ശേഷം ഞാൻ ലാസ്റ്റ് പ്ലാങ്കാണ് ചെയ്യുന്നത്. പ്ലാങ്ക് ഒരു 30 സെക്കൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ എക്സസൈസൊക്കെ 3 സെറ്റ്സ് വെച്ചാണ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് ലാസ്റ്റ് ഒന്ന് സ്ട്രെച്ചിങ്ങും കൂടെ ചെയ്തതിന് ശേഷം എക്സസൈസൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ അതിനുശേഷം ഞാൻ ഇപ്പോൾ സ്പിയർമിൻറ്റ് ടീ കുടിക്കുന്നുണ്ട്. ഇപ്പോൾ PCODക്ക് നല്ല ബെനിഫിറ്റ് ആയിട്ടുള്ള ടീ എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനൊരു സ്പിയർമിൻറ്റ് ടീ മേടിച്ചു. എന്നിട്ട് അതിപ്പോൾ ഡെയിലി കുടിക്കുന്നുണ്ട്. 2 നേരം കുടിക്കുന്നത് നല്ല ബെനിഫിറ്റ് ആയിരിക്കും. അത് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് 1 സ്പൂൺ ഇട്ടാൽ മതിയാകും. എന്നിട്ട് നമ്മൾ നോർമൽ ടീ തിളപ്പിക്കുന്ന പോലെ തിളപ്പിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് അതിൽ കുറച്ച് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ഞാൻ നാരങ്ങയും കൂടെ ഒഴിച്ചിട്ടാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ലെമൺ ഒഴിക്കാണ്ടിരുന്നാലും പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല കേട്ടോ. കാര്യം കയ്പ്പ് അങ്ങനത്തെ പ്രശ്നമൊന്നും ഇതിൽ വരുന്നില്ല. അതിനുശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാനായിട്ട് പോവാണ്. ഞാൻ എന്നും രാവിലെ 2 എഗ്ഗും പിന്നെ ഡേറ്റ്സ്, നട്ട്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കഴിക്കാറ്. അപ്പോൾ എഗ്ഗൊക്കെ ഒന്ന് വേവിച്ചെടുത്തില്ല, അതിൽ ലേശം കുരുമുളകും സോൾട്ടും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാനെന്നും കഴിക്കാറ്. പിന്നെ ഈ പറഞ്ഞ പോലെ നട്ട്സും വാൾനട്ട്, പിന്നെ കാഷ്യൂ, പിന്നെ ഡേറ്റ്സും ആൽമണ്ടും. ആൽമണ്ട് ആക്ച്വലി വെള്ളത്തിലൊക്കെ ഇട്ട് കഴിച്ചാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. ഞാൻ തലേദിവസം ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അല്ലാണ്ട് കഴിക്കുകയാണ്. അതിനുശേഷം ആ സ്പിയർമിൻ്റെ ടീയും കൂടെ കുടിച്ച് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത് ജസ്റ്റ് ഫേസ് ഒന്ന് സ്റ്റീം ചെയ്തിട്ട് ഒരു ഫേസ് പാക്ക് ഇടാമെന്ന് വെച്ചേ കുളിക്കുന്നതിന് മുന്നേ. അപ്പോൾ ഞാൻ രാവിലെ പറിച്ച ആ നീം വെള്ളത്തിലിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. പിന്നെ ഫേസ് പാക്കായിട്ട് ഞാൻ കടലമാവും കുറച്ച് മഞ്ഞൾപ്പൊടിയും നാരങ്ങ നീരും കൂടെ മിക്സ് ചെയ്താണ് കേട്ടോ ഉപയോഗിക്കുന്നത്. തൈരും വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ മുഖത്തിപ്പോൾ ഈ ഇടയായിട്ട് പിമ്പിൾസ് 2-3 വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ തൈര് ആഡ് ചെയ്യുന്നില്ല. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒരു പാത്രത്തിൽ തന്നെ കേട്ടോ സ്റ്റീം ചെയ്യുന്നത്. അതിനുശേഷം അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും എനിക്ക് മാംഗോ കഴിക്കാൻ തോന്നി. അപ്പം മേടിച്ച് വെച്ചിരുന്ന മാംഗോ ഉണ്ടായിരുന്നു. ഞാൻ ഇതുവരെ ഇങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ പല വീഡിയോസും കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കഴിക്കാനുള്ള കൊതി കാരണം അങ്ങനെ ജസ്റ്റ് ഒന്ന് കത്തി വെച്ച് കീറിയിട്ട് അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ഫ്രഷ് ആവാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ തല നനച്ചിട്ടില്ല, ഡെയിലി തല നനയ്ക്കത്തില്ല, 2 ദിവസം ഇടവിട്ടാണ് തല നനയ്ക്കുന്നത്. അതിനുശേഷം ഞാൻ മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് ഇരുന്നു. അതൊരു 10 മിനിറ്റ്സ് ചെയ്തതിന് ശേഷം കുറച്ച് വർക്കുണ്ടായിരുന്നു ചെയ്യാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ഞാൻ ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കാനായിട്ട് കയറി. അപ്പോൾ ഇന്നൊരു പനീർ ടോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വെച്ചു. അതും ഇതുപോലെ അതിൻ്റെ റെസിപ്പി ഞാൻ പ്രത്യേകിച്ചൊരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നേ. ആക്ച്വലി ഞാൻ പനീർ ബട്ടർ മസാല ഒക്കെ ഉണ്ടാക്കി കഴിക്കാറ്. ഇപ്പം ഡയറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചാൽ കുഴപ്പമില്ലായിരുന്നു. അതിനുശേഷം 10 പേജ് ബുക്ക് വായിക്കണം. അപ്പോൾ എൻ്റെ ബുക്ക് തീരാറായി. ഇനി 2-3 പേജും കൂടെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ന്യൂ ബുക്ക് പർച്ചേസ് ചെയ്യണം. പിന്നെ ഡിന്നറും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. അതൊരു 7 മണിക്ക് മുന്നേ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് കുറച്ച് റൈസ് കഴിക്കാൻ തോന്നി. അപ്പോൾ ഒന്ന് എഗ്ഗൊക്കെ ഒന്ന് ഓംപ്ലേറ്റ് ചെയ്ത് കുറച്ച് ചിക്കൻ വേവിച്ചതും സൂപ്പും ഒക്കെ ആയിട്ട് അതും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി വെള്ളം കുടിച്ചിരുന്നത് വലിയൊരു ടാസ്ക്കാണ് കേട്ടോ. അപ്പോൾ രാവിലെ തുടങ്ങിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ കുടിച്ച് തീർക്കാനായിട്ട്. സോ അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ഞാൻ 10th ഡേയും കൂടെ ഇളക്കിയിട്ട് കിടക്കാൻ പോവാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.